പക്ഷേ ആ പണമൊക്കെ എനിക്ക് ഞാനൊന്നും ആവശ്യപ്പെടാതെ തന്നെ തിരിച്ചു തന്നിട്ടുണ്ട്. എല്ലാ പണവും. ഓരോ അനുഭവങ്ങളും ഓരോരുത്തർക്കും എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. ഇതിലെ പുതിയ ആൾക്കാർക്കാണ് ഇതൊരു അത്ഭുതമായി തോന്നുക. പഴയ ആൾക്കാർക്ക് ഇതൊന്നും അത്ഭുതമല്ല. ഞാൻ ഈ ബാച്ചിൽ വരുന്ന സമയത്ത് എനിക്ക് പ്രശ്നങ്ങളെന്ന് പറയാൻ വയ്യ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് സാറ് പറഞ്ഞ പോലെ നമ്മളെ അടുത്തുള്ള തെറ്റുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ പണം പല സ്ഥലത്തും ബ്ലോക്ക് ആവുന്നത്. വഞ്ചിക്കപ്പെട്ടു എന്ന് പറയാൻ വയ്യ, കാരണം നമ്മൾ തന്നെയാണല്ലോ അതിൻ്റെ കാരണക്കാരൻ. അങ്ങനെ എനിക്ക് നല്ലൊരു എമൗണ്ട് പല 1-2 സ്ഥലങ്ങളിൽ ബ്ലോക്കായി കിടന്നു. പക്ഷേ ആ പണമൊക്കെ എനിക്ക് ഞാനൊന്നും ആവശ്യപ്പെടാതെ തന്നെ തിരിച്ചു തന്നു, എല്ലാ പണവും. എനിക്ക് ആദ്യം തന്നെ ഒരു ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം സാറിൻ്റെ ആദ്യത്തെ ഒരു ഗോൾ സെറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിൽ സാറിൻ്റെ ഓരോ ക്ലാസ്സുകളിലുള്ള ആ ബോധ്യപ്പെടൽ പൂർണ്ണമായും വിശ്വസിച്ച ഒരു ബോധ്യപ്പെടലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അഡ്വക്കേറ്റ് ആണെങ്കിലും ഞാനൊരു ബിസിനസ്സും ചെയ്യുന്നില്ല. അപ്പോൾ ബിസിനസ്സിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും, പക്ഷെ അത് എത്ര എഫേർട്ട് എടുത്താലും മറ്റുള്ളവർ അതിനെ സിൻസിയറായിട്ട് മനസ്സിലാക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ തന്നെ ഓരോ കാര്യങ്ങൾ എന്തും നമ്മളോട് ചോദിച്ചിട്ട് ഡിസൈഡ് ചെയ്യുന്ന നടത്തുള്ളൂ. കാരണം അതൊക്കെ ഞാനൊരു എഫേർട്ട് എടുത്തിട്ടില്ല സത്യത്തിൽ. ഈ ക്ലാസ്